എന്താണെന്ന് വെച്ചാലേ നമുക്ക് ഒരു എഗ്ഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവാളയും തക്കാളി നല്ല വലിപ്പത്തോടു കൂടി തന്നെ അരിഞ്ഞൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. നേരിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇത്തിരി ഉപ്പും കൂടെ ആ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് നടുകെ ഇങ്ങനെ കീറിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ഒന്നാകുമ്പോൾ അതിൻ്റെ എരിവ് മാത്രം അതിലേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ 2 പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതലായിട്ട് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. ചെറിയതായിട്ടൊന്ന് ഒരു പകുതി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇത്തിരി കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് അതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ടേസ്റ്റ് ആ മസാലയൊക്കെ ഒന്ന് കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ വീഡിയോസ് മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്ത് കാണാതെ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം മുട്ട നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ നന്നായിട്ടൊന്ന് ഒരു വെള്ളമൊക്കെ വറ്റി വരുന്നത് ഈ ഒരു പരുവത്തിലാവുന്നത് വരെ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 മുട്ട ഞാനിവിടെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസസ് അല്ല, ഒരു 3-4 പീസാക്കിയിട്ട് ഇപ്പോൾ ഞാനിതിവിടെ കാണിച്ചു തരുന്നത് പോലെ നടുകെ ഒന്ന് കീറുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ കയറിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി പൊടിച്ചെടുക്കരുത്. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോവാതെ ഈ പീസസ് ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കൂടുതൽ മുട്ട അരിഞ്ഞിട്ടതിന് ശേഷം കൂടുതൽ ഇളക്കി എടുക്കരുത് കേട്ടോ. പിന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നിങ്ങളുടെ കയ്യിൽ നെയ്യോ ബട്ടറോ എന്താണ് കയ്യിലുള്ളത് അത് വെച്ചിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. നെയ്യിലായാലും ബട്ടറിലായാലും ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നേരിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ഇങ്ങനെ കടിക്കുന്ന സമയത്തൊരു സൗണ്ട് വരണം. ആ ഒരു പരുവത്തിൽ നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. ടേസ്റ്റ് ഒന്ന് കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കടിച്ച ആ മുട്ടയുടെ ബൈറ്റ്സും ഒക്കെ കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബ്രെഡ് ഒരു വശം നേരിയൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. 2 വശം ഒന്ന് ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുക്കുംബർ, പച്ച തക്കാളി, അതല്ലാതെ വേറെ എന്തെങ്കിലും ക്യാരറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേവിക്കാതെ തന്നെ നമുക്ക് റൗണ്ടായി മുറിച്ചിട്ട് അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കട്ടോ. ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് ബ്രൗൺ കളറായതിന് ശേഷം ഞാൻ അതിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്തിരിയേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടാനുസരണം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എല്ലാത്തിനും ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടുണ്ടല്ലോ, അത് എല്ലാത്തിലും ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു പീസ് ബ്രെഡും കൂടെ വെച്ചതിന് ശേഷം അത് മറച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് ബട്ടറോ നെയ്യോ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആകുന്നത് വരെ നന്നായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള എഗ് സാൻഡ്വിച്ച് റെസിപ്പി. സിമ്പിൾ റെസിപ്പിയാണ്. 2 മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു സവാളയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുമല്ലോ. നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയമൊക്കെ ഒരു അത്യാവശ്യം ഒന്ന് വിശപ്പടക്കാനായിട്ട് ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നല്ല കമൻറ്റ്സ് അറിയിക്കുക. ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.